അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും. സംസാരിച്ചു തുടങ്ങേണ്ടത് കണ്ണൂരിന്റെ സുന്ദരി. കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ പ്രതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീവണ്ടി ആപ്പീസിന് സമീപം ചതഞ്ഞെറിഞ്ഞ സൗമ്യ ലോകത്തിന്റെ നെടുകയിൽ ദൃക്സാക്ഷിയായി നിഴലിക്കുകയാണ്. സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളിലേക്ക് വെളിച്ചം ചൂണ്ടേണ്ട ആധുനിക സംസ്കാരത്തിന്റെ കടന്നുകയറ്റങ്ങളിൽ ഉച്ചനീചത്വങ്ങളും അരാജകത്വങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന തലമുറ അവിടെ എവിടെയോ പിഴച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, ആയുധമെടുക്കാൻ ആരും തയ്യാറാകും എപ്പോൾ? പ്രശ്നങ്ങൾ വീട്ടുവളപ്പിൽ എത്തുമ്പോൾ മാത്രം പിറുപിറുക്കുന്ന ആൾക്കൂട്ടങ്ങളായി നമ്മുടെ സ്ത്രീകൾ അധപ്പതിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ മാറി ഇന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കുകയും കിടപ്പറയിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന കപട സന്യാസിമാർക്കെതിരെ നമ്മുടെ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ പ്രതികൾ അന്യോന്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ രാമേശ്വരം തെരുവിൽ പത്രം വിറ്റ് നടന്ന കറുത്ത പയ്യൻ പിൽക്കാലത്ത് രാജ്യത്തിന്റെ സമരോന്മുഖമായ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാമായിരുന്നു. പറയാൻ പോകുന്നു. പയ്യോളി കടപ്പുറത്ത് കളിച്ചു പഠിച്ച പെൺകുട്ടി പിൽക്കാലത്ത് ലോക കായിക മാമാങ്കത്തിൽ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ സമ്മാനം നഷ്ടമാക്കിയപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത വനിത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപുത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അവരോട് സംസാരിച്ചു, പ്രചോദിപ്പിച്ചു. നാരീജനങ്ങൾ ഉയരേണ്ടതിന്റെ പ്രശംസയെ കുറിച്ച് അനിവാര്യ ഘടനയിൽ നിലനിന്നുകൊണ്ട് വിശ്വസനീയമായ രീതിയിൽ സംസാരിക്കുമ്പോൾ പ്രതികൾ സമൂഹത്തിൽ പ്രതികളെ കുറിച്ച് പറയുമ്പോൾ കുമളിയിൽ നടന്ന ഒരു സംഭവമാണ് ഉള്ളിലേക്ക് വരുന്നത്. 4 വയസ്സുള്ള ജീവിതയാത്രയിൽ അന്തം വിട്ടു നിൽക്കുന്ന ഒരുപാട് തരുണീമണികളെ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഈ പരിപാടിയിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിരവധി സുന്ദരികളായ ഈ പരിപാടി പങ്കെടുത്ത് നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നിരവധി സുന്ദരികൾ ചുമ്മാതല്ല പോലീസുകാരിയുടെ പ്രശ്നം. താങ്കൾക്ക് തുടരാം. ലോകത്ത് ആദ്യമായി അന്തം വിട്ട് കുന്തമെടുത്ത ഒരു വ്യക്തിയുണ്ട്, ഉഗാണ്ടയിലായിരുന്നു. 1887 അദ്ദേഹം ഒരു വലിയ തെങ്ങിന്റെ താഴെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എതിരെ വന്ന ഒരു വണ്ടി അദ്ദേഹത്തെ തുടരാം. ആലപ്പുഴ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം മഹാത്മാഗാന്ധിജി എന്നെ അരികിൽ വിളിച്ചു പറഞ്ഞു, അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും. ബാപ്പുജിയുടെ വാക്കുകൾ വാരിയല്ലുകൊണ്ട് മെനയപ്പെട്ട എന്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ഭാരത സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം മഹാത്മാഗാന്ധിജി എന്നെ അരികിൽ വിളിച്ചു പറഞ്ഞു, അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും. ബാപ്പുജിയുടെ വാക്കുകൾ വാരിയല്ലുകൊണ്ട് മെനയപ്പെട്ട എന്റെ ഹൃദയത്തിൽ ബാപ്പുജിയുടെ വാക്കുകൾ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട എന്റെ ഹൃദയത്തിനുള്ളിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. വീട്ടിലേക്കുള്ള യാത്രാമധ്യയിൽ ആ വാചകങ്ങൾ വീണ്ടും എന്റെ പ്രതി എന്ത് ചെയ്യുന്ന കാലഘട്ടമാണ്. കോടതി പോലുള്ള നിരവധി നിയമവ്യവഹാര സ്ഥിതികൾ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ സമൂഹത്തിന്റെ ഗതി എന്താകും എന്ന് ഒരിക്കൽ ഞാൻ ഒരു പെൺകുട്ടിയുമായി ആ പെൺകുട്ടി താങ്കൾ ഞാൻ തടസ്സവാദം കുഴപ്പമില്ല, കാർഡ് കാണിക്കുന്നു. മാത്രമല്ല പെൺകുട്ടി മന്ദം വന്നതിന്റെ ഇടുക്കിയിൽ എങ്ങനെയാണോ വരുന്നത് സാധാരണ? അവര് ഇടുക്കിയിലേക്ക് വന്നത് അപ്പോഴാണ്. അപ്പൊ അവര് വരുമ്പോ എങ്ങനെയാ മന്ദമാണോ വരുന്നത്? തെന്നി കിടക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോ തെന്നി ഒന്ന് നടക്കും, ഇങ്ങോട്ട് നടക്കും. എനിക്ക് മനസ്സിലായതുകൊണ്ട് ചോദിക്കുക, ഈ തെന്നി സുന്ദരി നടക്കുമ്പോ കുന്തളക്കെട്ടെടുത്ത് മുന്നോട്ടിട്ട് ആരായാലും അടുക്കള കയറി അല്ലെങ്കിൽ നടക്കാൻ പാടില്ല. ഓക്കെ